ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു സ്വാമിജി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തില്, ഞാൻ എൻ്റെ ആശ്രമത്തിൽ പലതും ഞാൻ നിയന്ത്രിച്ചു, പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഭക്ഷണ രംഗത്ത് ഞാൻ കൊണ്ടുവന്ന നിർദ്ദേശങ്ങളാണ്. ആ ഭക്ഷണ രംഗത്ത് ഞാൻ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയത് മുഹമ്മദ് എന്ന ആചാര്യനിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഋഗ്വേദം നോക്കി, സാമവേദ ഗ്രന്ഥങ്ങൾ നോക്കി, ഉപനിഷത്തുകൾ നോക്കി, രാമായണം നോക്കി, ഞാൻ എൻ്റെ എല്ലാ ഗീതയും നോക്കി. പക്ഷെ അതിലൊന്നും ഭക്ഷണ മര്യാദകളെ പറ്റി സംസാരിക്കുന്ന ഒരു വരി പോലും ഇല്ലായിരുന്നു. ഞാൻ നേരെ മുഹമ്മദിന്റെ ചരിത്രമൊന്ന് പരിശോധിച്ചു. മുഹമ്മദ് പറയുന്നു, ഭക്ഷണം നിങ്ങൾ അന്യായമായി കളയരുത്. നിങ്ങൾ കളയുന്ന ഒരു വറ്റ് മറ്റൊരുത്തന്റെ പട്ടിണിയാണെന്നും ആ വറ്റ് നശിപ്പിക്കുമ്പോ നാളെ ദൈവത്തിന്റെ കോടതിയിൽ മറ്റൊരുത്തന്റെ ഭക്ഷണം തടഞ്ഞവരാണ് നിങ്ങളൊന്നും ആ ചരിത്രത്തിൽ ഞാൻ കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, ലോകത്തെ ഏറ്റവും നല്ല ജീവിതത്തിന്റെ സന്ദേശം മുഹമ്മദ്. ലക്ഷണം, എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല. എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ. അരി എടുക്കുമ്പോൾ, അത് കഴുകുമ്പോൾ, അത് കുക്കറിലിടുമ്പോൾ, അത് വാർക്കുമ്പോൾ, അത് വെക്കുമ്പോൾ, വിളമ്പുമ്പോൾ, തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല. ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു മസലയും പറഞ്ഞിട്ടില്ല, ഒരു ഫിഖ്ഹും ഇല്ല ഇതിന്. ആ ഫിഖ്ഹും മസലയും ഉള്ളത് റസൂലുള്ളാഹിയുടെ ജീവചരിത്രത്തിൽ നിന്നാണ്. അതെന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത്.